വല്യമ്മയുടെ അടുത്ത ചതി, ക്ലീശ അറ്റാക്ക്, എണ്ണ ഒഴിക്കൽ. ദൈവമേ, എന്ത് ചെയ്യും? അമ്മ വീഴുമല്ലോ. മാറ്. മീനാക്ഷി, അവിടെ എണ്ണയായിരുന്നല്ലേ? അത് ആരാ ഒഴിച്ചേ? ആരാ എണ്ണ ഒഴിച്ചേന്നോ? അതെ അതെ, എണ്ണ ഒഴിച്ചതേ തീവെട്ടി. തീവെട്ടി ഒഴിച്ച എണ്ണയാ, മനുഷ്യ തീവെട്ടി. അയ്യോ, അമ്മ പ്രദക്ഷിണ വെക്കുക, ഞാൻ ചെല്ലട്ടെ. നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിയാണല്ലോ സാറേ. അത് തന്നെയാണ് ഞാനും തലപുകഞ്ഞ് ആലോചിക്കുന്നത്. ഈ പടിയേറ്റ് എങ്ങനെ മുടക്കണമെന്നാ ഇന്ദ്രജൽ ഓർഡർ. ഒരു ഐഡിയ ഉണ്ട്. നന്ദിനിയുടെ കയ്യിലിരിക്കുന്ന വിളക്ക് കെട്ടാ മതി. ദേ, ഈ ചടങ്ങ് മുടങ്ങും. അതിനുള്ള വഴികൾ തെളിയുന്നുണ്ട്. നന്നേ, ഇവരാ ഇന്ദ്രജ വല്യമ്മയുടെ കൊട്ടേഷൻകാർ. ആ CI വല്യമ്മയുടെ വലം കയ്യും. മക്കളെ, എന്താ ചേച്ചി? ദാ ആ അമ്മയുടെ കയ്യിലെ വിളക്ക് തട്ടിപ്പറിച്ച് ആരാണോ വരുന്നേ അവർക്ക് ഞാനൊരു സമ്മാനം തരും. ചെറിയ സമ്മാനമൊന്നുമല്ല, വലിയ സമ്മാനം. നമുക്കൊരു കൈ നോക്കിയാലോടാ. ശരി ആന്റി, ഞങ്ങൾ വരാം. വാ. വൈശാഖി, നീ ഇതെവിടെ പോവാ? നീ ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ നിന്നെ തപ്പി നടക്കുമായിരുന്നു. എന്നാ വേഗം വാ. ഒരുമിച്ച് പോകണ്ട. നീ ആദ്യം മുന്നേ പൊക്കോ, ഞാൻ പിന്നാലെ വരാം. ഇനിയിപ്പോ ആരെങ്കിലും കണ്ട് ഇതുകൂടി പുലിവാലാവണ്ട. നീ ചെല്ല്.
ദൈവമേ, പെട്ടു. ഇന്ന് ഇവനെന്നെ തല്ലിക്കൊല്ലും. എന്ത് ചെയ്യും? നിന്നെയും കൊല്ലാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരുമിച്ച് മരിക്കാം. എന്തു പറ്റി? നിങ്ങൾ എവിടെ പോന്നു? അത് ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ മൈഥിലിക്കൊരു ക്ഷീണം പോലെ. ഒന്ന് ഈ വീട്ടിൽ കൊണ്ട് വിട്, അല്ലെങ്കിൽ ഒരു ജ്യൂസ് വാങ്ങിക്കൊടുക്കാൻ എന്നോട് പറഞ്ഞേ. കാർത്തി, അവിടെ എല്ലാവരും തിരക്കില്ല. അത് ഇവള് പ്രഗ്നന്റ് അല്ലേ വൈശാഖെ? വെയിലത്ത് നിന്നപ്പോ തല കറങ്ങിയതാവും. ജ്യൂസ് ഞാൻ വാങ്ങിക്കൊടുക്കാം. ഓ മൈഥിലി, എന്റെ കാർ കയറാം. വൈശാഖ്, ഇത് പെട്ടെന്ന് കൊണ്ടുവരുന്ന അമ്മയെ ഏൽപ്പിക്ക. ഇതിപ്പോ അവിടെ ആവശ്യമുള്ളതാ. ശരി എന്നാ. ഇതെന്തൊരു നാശം! ഇതിപ്പോ എത്രാമത്തെ തവണയായി? അപ്പോ ദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടെന്ന് വ്യക്തം. രണ്ടാമത്തെ പ്രദക്ഷിണവും കഴിഞ്ഞു. നിലവിളക്കുകൾ കെട്ടില്ല, മറ്റപശകുനങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോ ഇനി മൂന്നാമത്തെ പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. ഒരു തടസ്സവും വരുത്തല്ലേ എന്ന് ദേവിയോടും വിഘ്നേശ്വരനോടും പ്രാർത്ഥിക്കുക. മൂന്നാം പ്രദക്ഷിണം തുടങ്ങട്ടെ. എല്ലാവരും ദേവിയോട് പ്രാർത്ഥിക്കുക. മുടിഞ്ഞ ഒരു കൂട്ടപ്രാർത്ഥന. എന്തിനാ ദേവി എന്നെ ചതിച്ചത്? അമ്മേ. അമ്മയോ? ആരുടെ അമ്മ? ചേച്ചിയെ കയറി അമ്മയെന്ന് വിളിച്ചാലുണ്ടല്ലോ. സോറി ഏട്ടത്തി, ഞാനേ കാർത്തി വിളിക്കുന്നത് കേട്ട് ഒരു ഒഴുക്കിലങ്ങ് വിളിച്ചു പോയതാ. അയ്യടാ, അങ്ങനെ വിളിക്കാൻ ഇത്ര പൊളിക്കും. അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് ആകെ തീപിടിച്ച് നിൽക്കുക. അതിനിടയ്ക്കാം അവൻ്റെ ഒരു കുഞ്ഞുകളി. ദേ, ഈ വകം അപലക്ഷണം കിട്ടേൻ്റെയൊക്കെ അമ്മയാവുന്നതിന് പകരം ആറ്റിൽ ചാടിയുള്ള ആത്മഹത്യ. അതെ, ഇത് കാർത്തി തന്നതാ.
പട്ടുടയാടാ. എന്നിട്ട് കാർത്തി അവിടെ പോയി. അവനെൻ്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോയി. ഡാ, നീ എന്തൊന്നും മിണ്ടാത്തെ? കാർത്തി എവിടെ പോയെന്ന്? അത് അവനും മൈഥിലിയും കൂടി ഏതോ കടയിൽ പോയി. തിരുമേനി, പട്ടുടയാടാ. ആ കൊണ്ടുവരൂ. അയ്യോ ഓടിക്കോടാ. ഡാ, പ്രദക്ഷിണം പൂർത്തിയാകുകയാണ്. അഖിലാണ്ടേശ്വരിയും വരദായിനിയുമായ അമ്മയുടെ അനുഗ്രഹം ആവോളം ഈ പടിയേറ്റ് കർമ്മത്തിനുണ്ടെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഒരു വിഘ്നവും നേരിട്ടില്ല. അന്നപൂർണേശ്വരി പടിയേറ്റിന് അനുവാദം തന്നിരിക്കുകയാണ്. അമ്മേ ദേവി, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. വിളക്കും താലവും തിരുനടയിൽ സമർപ്പിച്ചോളൂ കുട്ടി. കുടിച്ചോളൂ, നേദിച്ച കരിക്കാണ്. ഐശ്വര്യലക്ഷ്മിയ, സംശയമില്ല. മോള് പ്രദർശനം കഴിഞ്ഞ് വന്നപ്പോ എന്തൊരു ഐശ്വര്യം അല്ലേ രാജലക്ഷ്മി? അതെ, കളങ്കമില്ലാത്ത മനസ്സല്ലേ കൈമളേട്ടാ. ഇനി എന്താ ചടങ്ങ്? ഇനിയാണ് പടിയേറ്റ്. അപ്പൊ പടിയേറ്റ് തുടങ്ങുന്നേ ഉള്ളൂ? എന്റെ പൊന്നു മലതി, ഒന്ന് ഭക്തിയോടെ നിൽക്കൂ. ഇത് ക്ഷേത്രമാ.
ACP, ഇങ്ങോട്ടൊന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താ മീനാക്ഷി? പറയാം, വാ. 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 എന്താ? ദാ, അയാളെ അറിയാലോ. ആ, അറിയാം. സസ്പെൻഷനിലായ CI മഹാദേവൻ എന്റെ സബോർഡിനേറ്റ് ആയിരുന്നു. അയാള് ഇന്ദ്രജ വല്യമ്മയുടെ ആളാ. ഈ പടിയേറ്റ് മുടക്കാൻ ഇന്ദ്രജ വല്യമ്മ വിട്ടയാള്. അയാളും അയാളുടെ കൂടെയുള്ള സ്ത്രീയും കൂടി ഇവിടെ പൂജ മുടക്കാൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടേന്നറിയാവോ? ആ മഹാദേവന്റെ കാര്യത്തില് ഇപ്പം ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. ആ വരുന്നത് ACP-യാ. എന്റെ പെടലി ഓടിയുണ്ടെങ്കിൽ ഓടിക്കോ, രക്ഷപ്പെട്ടോ. എന്റെ ശിവനെ, മഹാദേവൻ! മിസ്റ്റർ മഹാദേവൻ, നിങ്ങളെ തന്നെയാ വിളിച്ചത്. സാറായിരുന്നു വിളിച്ചേ? അതെ. ചെവിക്ക് വല്ല തകരാറുണ്ടോ? ഏതെങ്കിലും ക്രിമിനലുകൾ ചെവിക്കുറ്റി നോക്കി പെരുമാറിയോ? അത് അല്ല, സാറെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ചോദിക്കാനുള്ള കാര്യം വേറെ. വാ. മഹാദേവൻ എന്താ ഇവിടെ? ഞാനൊന്ന് തൊഴാൻ ഇറങ്ങിയതാണ് സാർ. സാറെന്താ ഇവിടെ? ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വന്നതാ. കളിച്ച് കളിച്ച് നീ എന്റെ കോർട്ടിലും വീട്ടിലും കയറി കളിക്കാൻ തുടങ്ങി അല്ലടാ? അത് ശരിയല്ലല്ലോ സാർ. പരിശുദ്ധവും പവിത്രവുമാണ് എല്ലാ മതവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങൾ. ആ മുറ്റത്ത് വെച്ച് കയ്യേറ്റം പാടില്ല. അതാ ഞാൻ നിന്നെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയത്. ഇത് പഴയ കണക്ക്. ഇത് പുതിയ കണക്ക്. പോയിക്കോണേ ഇവിടുന്ന്. ഇനി മേലാൽ എന്റെ അതിരിന്മേൽ കളിക്കരുത്. ഒരു പണിയും വിജയിച്ചുമില്ല. അവസാനം ആ തൊലിയറങ്ങണീൻ്റെ വാങ്ങിച്ച് കെട്ടേണ്ടി വന്നു. എന്ത് ചെയ്യാനാ ദൈവമേ? ആ ഇന്ദ്രജ മേഡത്തിനോട് അടി കിട്ടിയ കാര്യം പറയാൻ പറ്റുമോ? എന്താടി പറഞ്ഞത്? ഞാൻ പറഞ്ഞത് വല്യമ്മ കേട്ടില്ലേ? എന്റെ അമ്മയെ ദ്രോഹിക്കാൻ നോക്കിയ വേദനിക്കുന്നത് എനിക്കായിരിക്കും. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം വല്യമ്മയ്ക്ക് എന്റെ അമ്മയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മീനാക്ഷി,
പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊരു മുന്നറിയിപ്പാ. അമ്മയുടെയും എന്റെയും വഴികളിലേക്ക് വല്യമ്മ വന്നു പോവരുത്. ഈ ജന്മം ഞാൻ എന്നെ എന്റെ അമ്മയ്ക്ക് നൽകിക്കഴിഞ്ഞു. നിന്റെ ഒരു അമ്മ. എനിക്കറിയാം, പ്രസവിച്ച അമ്മയോട് സ്നേഹമില്ലാത്ത നിനക്ക് എങ്ങനെ വല്യമ്മയായ എന്നോട് സ്നേഹം ഉണ്ടാവും? ചിലരുടെ തനിനിറം പുറത്തു വരുമ്പോ താനീ സ്നേഹം ഇല്ലാതാവും. എടി, നിന്റെ അമ്മയെ കൊന്നവരെ നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അങ്ങനെ ഒരു ദിവസം വരില്ല വല്യമ്മ. വരും. നീ എന്റെ ചോരയാ. അതുകൊണ്ട് നീ എന്നെ എത്ര വെറുത്താലും നിന്നെ ഞാൻ സ്നേഹിക്കും. അതുവരെ നീ നിന്നെ ശ്രദ്ധിക്കണം. എനിക്കത്രേ പറയാനുള്ളൂ.